വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ മുഖ്യപ്രതി നജീബിനെയും ഭാര്യ റഷീദയെയും വീണ്ടും ചോദ്യം ചെയ്യും. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ 2 പ്രതികളെയും എറണാകുളം കോലഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നജീബിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ഫോൺ കോളുകൾ എന്നിവ പരിശോധിച്ചപ്പോൾ ലഭിച്ച പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. 6 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ചോദ്യം ചെയ്യലിൽ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ നജീബിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. അവയവ കച്ചവടത്തിന് ഇടനില നിന്ന നജീബ് ഇതിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് വൻതോതിൽ ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ 9 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. നജീബ് നേതൃത്വം നൽകിയ റാക്കറ്റ് കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇക്കാലയളവിൽ ലക്ഷങ്ങൾ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പിടിയിലായ മറ്റു പ്രതികൾക്കൊപ്പവും നജീബിനെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അവയവ കച്ചവടത്തിന് വ്യാജരേഖ ചമച്ച കേസിൽ ഇരകളുടെ മൊഴിയുമെടുക്കും. വ്യാജരേഖകളിൽ അവയവദാനം നടത്തിയവരെയും സ്വീകരിച്ചവരെയും കണ്ടെത്തേണ്ടതുണ്ട്. ജനം, കൊച്ചി.